എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ദുഃഖമാണ് തോന്നുന്നത്. എന്താണെന്നോ? ഭൂമിയിൽ ഞങ്ങളെ കണ്ടിട്ടുള്ളവർ ഗുരുക്കന്മാർ മാത്രമാണ്. അവരാണ് ഞങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതും ഞങ്ങളെക്കുറിച്ച് വാനോളം എഴുതിയതും. നിങ്ങൾക്ക് മതങ്ങളെക്കുറിച്ച് എന്തറിയാം? മാങ്ങയും തേങ്ങയും പോലെ ഒന്നല്ല മതം എന്നാൽ. മതങ്ങൾ ഗുരുക്കന്മാരുടെ സത്യദർശനങ്ങളാണ്. നിങ്ങൾ ഇതുവരെ ഞങ്ങളെക്കുറിച്ച് വായിച്ചതും അറിഞ്ഞതും ഒന്നും സത്യമല്ല. അനുഭവിച്ചവർ ഉണ്ടോ എങ്കിൽ അത് സത്യമാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ തന്നെ വലിയ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ്. അത് ഇനി ആനായാലും ഉറുമ്പായാലും കോഴിയായാലും പോത്തായാലും. നിങ്ങൾക്ക് മാത്രമായി ഒരു പ്രത്യേകതയും നൽകിയിട്ടില്ല. നിങ്ങൾക്ക് അല്പം വിവേകം ഉണ്ട് എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഇപ്പോൾ മനസ്സിലായി, ഭൂമിയിൽ ഒരു വിവേകവും ഇല്ലാത്ത ഒരു ജീവിയുണ്ട് എങ്കിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. എന്തു പറഞ്ഞാലും മനസ്സിലാക്കാത്ത ഒരു ജന്മം. ഏറ്റവും നല്ലതിനെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകി. അതിൽ വെള്ളം തളിച്ചും തുപ്പിയും മലിനപ്പെടുത്തി മറ്റുള്ളവരെ പറ്റിക്കുന്നു. സ്വയം ജീവിക്കാൻ അറിയാത്ത നിങ്ങളാണോ മറ്റുള്ളവരെ നന്നാക്കുന്നത്? നിങ്ങൾ പ്രപഞ്ചത്തോട് ചെയ്യുന്ന അത്രയും ഉപദ്രവം മറ്റാരും ചെയ്യുന്നില്ല. സകലതും നശിപ്പിക്കുന്നു. കുടിക്കാൻ നല്ല ജലമോ ശ്വസിക്കാൻ നല്ല വായുവോ ഇല്ലാതാക്കി. എല്ലാം മലിനപ്പെടുത്തി. നിങ്ങളുടെ ദുഷ്പ്രവൃത്തി കൊണ്ട് ഓസോൺ ലെയറിനുവരെ വിള്ളലുണ്ടാക്കി. എന്നാൽ മറ്റു ജീവജാലങ്ങളോ പ്രപഞ്ചത്തിന് ഒരു ഉപദ്രവവും ചെയ്യാതെ നിസ്വാർത്ഥമായി ജീവിക്കുന്നു. അവരെല്ലാം അവരുടെ കാര്യം നോക്കി ജീവിതം ആസ്വദിക്കുമ്പോൾ നിങ്ങൾ മാത്രം കലഹിക്കാൻ വിഷയങ്ങൾ അന്വേഷിക്കുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും സ്നേഹിക്കാനും പരിരക്ഷിക്കാനും നിങ്ങൾക്ക് കുടുംബമുണ്ട്. ആരാധിക്കാൻ ദൈവം, കഴിക്കാൻ ഭക്ഷണം, താമസിക്കാൻ വീട്, സഞ്ചരിക്കാൻ വാഹനം, അറിയാനും അറിയിക്കാനും ടെക്നോളജി. എന്നാൽ നിങ്ങളോ? ഞങ്ങളുടെ പേരിൽ, ഞങ്ങൾ അറിയാത്ത മതത്തിന്റെ പേരിൽ വെറുതെ വാക്കോവാദം നടത്തി പരസ്പരം കലഹിച്ചു മരിക്കുന്നു. ഇവയോടെല്ലാം സ്നേഹം നടിച്ചു വഞ്ചിക്കുന്നു, എന്നിട്ട് ത്യാഗമെന്ന് പറയുന്നു. ഈ മിണ്ടാപ്രാണികളെ കൊല്ലുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദത്തിന് നിങ്ങളും നിങ്ങളുടെ 7 തലമുറകളും ദുഃഖിക്കേണ്ടി വരും. കലഹിക്കുന്നവരെയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നവരെയും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ നിങ്ങളെ തിരിഞ്ഞു നോക്കുകയില്ല. കാരണം നിങ്ങൾ അവിടെ വന്നാലും ഇതൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുക. ഭൂമിയിൽ നിനക്ക് ആരെയും സ്നേഹിക്കാൻ അറിയില്ല എങ്കിൽ അവിടെ വന്നാലും നീ അതൊക്കെ തന്നെയല്ലേ ചെയ്യൂ. അതുകൊണ്ട് നീ ഇവിടെ തന്നെ കിടന്ന് കൊന്നു തിന്ന് നരയിച്ച് ജീവിച്ചോ.